ഒരു 7 അടി പൊക്കം, തടിച്ച ചുണ്ട്, നല്ല കറുത്തിട്ടുള്ള അജാന ബാഹുക്കളാണ് ഈ കാപ്പിരികൾ. ആയിരത്തി 1524 കാപ്പിരികൾ കൊച്ചിയിൽ വരുന്നത്. പോർച്ചുഗീസുകാരെ കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാർ അന്ന് വന്നുകൊണ്ടിരുന്നത് യൂറോപ്യൻ സൈഡിൽ നിന്നായതുകൊണ്ട് ഇന്നത്തെ പോലെ സുയസ് കനാലുകളോ മറ്റു കനാലുകളോ ഒന്നും ഇല്ലായിരുന്നു. ആഫ്രിക്കൻ വനാന്തരം കടലിൽ ചുറ്റിയേ പോരാൻ പറ്റുള്ളൂ. അവർ ആഫ്രിക്കൻ വഴിയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആഫ്രിക്കയിലെ കറുത്ത അടിമകളെ പിടിച്ച് കപ്പലിൽ കയറ്റുമായിരുന്നു. ആ കറുത്തവരാണ് കാപ്പിരികൾ. അവരെ കൊണ്ടായിരുന്നു പായ നിയന്ത്രിച്ചിരുന്നത്, കപ്പൽ നിയന്ത്രിച്ചിരുന്നത്, പണിയെടുപ്പിച്ചിരുന്നത്. കുരുമുളകും ഏലവും ചുക്കും പട്ടയും കറയമ്പും. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അറബികൾ കച്ചവടം ചെയ്യുമ്പോൾ 2 വില കൊടുക്കേണ്ടി വരുന്നു, കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ടായിക്കൂടാ എന്ന് അന്നത്തെ യൂറോപ്പിലെ സമ്പന്നരായ രാജ്യങ്ങൾ ചിന്തിക്കുകയും അവർ പിന്നീട് ഇങ്ങോട്ട് വരാനും തുടങ്ങി. അതാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസിൻ്റെ വരവ്. വാസ്കോ ഡി ഗാമ മാത്രമല്ല, വാസ്കോ ഡി ഗാമയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഫാദർ വരാൻ തീരുമാനിച്ചിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ വാസ്കോ ഡി ഗാമ വരുന്നത്, ഗബ്രാൾ വരുന്നത്, അങ്ങനെ പോർച്ചുഗീസ് വന്നു. അവർ വന്നത് കച്ചവടത്തിന് മാത്രം, കച്ചവടമായിട്ടല്ല വന്നത്, അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ സീരിയസ് ആയ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാറുന്നത്. അവർ വാളുമായിട്ടാണ് വന്നത്, ഒരു കയ്യിൽ കുരിശുമായിട്ടാണ് വന്നത്. വർഗീയവാദികളല്ല, എന്നാൽ വർഗീയവാദികളല്ല. ഇപ്പം ഇവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വർഗീയത മട്ടാഞ്ചേരിയിൽ ഉണ്ടായിട്ടുണ്ട്. 1970 കാലഘട്ടത്തിൽ ഒരു കാട്ടൂര് ഒരു സംഭവം നടന്നതിന് ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. കുറേ നാൾ വരെ മട്ടാഞ്ചേരിയിൽ അടിച്ച്. പക്ഷേ മട്ടാഞ്ചേരിയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മട്ടാഞ്ചേരിയിലെ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്നത്തെ അല്ല, ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ ഒന്നുമില്ല, അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഓടി വരും, രംഗത്ത് വരും. രംഗത്ത് വന്നിട്ട് ഈ മനുഷ്യരോ ആളുകളുടെ ഒപ്പം നടന്നിട്ട് പ്രശ്നത്തിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കും. മത്താജീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാര കേന്ദ്രം, അറബികളായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ കച്ചവടക്കാരി. വ്യാപാര കേന്ദ്രം, ഈ വ്യാപാര കേന്ദ്രം എന്നുള്ള മെത്താജീറാണ്. മെത്താജീർ അറബി വാക്ക്, വ്യാപാര കേന്ദ്രം എന്നുള്ള അർത്ഥം. ഈ മെത്താജീറാണ് പിന്നീട് മട്ടാഞ്ചേരിയായി മാറിയത്. കച്ചവടം എന്ന് വെച്ചാൽ അത് മുതലാളിമാരുടെ കച്ചവടം ചെയ്യുന്നത്, നമ്മളല്ല. നമ്മൾ അവരുടെ കീഴിലെ പണിക്കാരാണ്. അവർ പറയുന്ന പണി നമ്മളോട് ഇത്രയാൾക്ക് ഉണക്കാനിട്, ഇത്രയാൾക്ക് മുക്ക്, ഇത്രയാൾക്ക് മാർക്കടി, അത് നിറച്ച് തയ്ച്ച് വണ്ടി കയറ്റി. ഇപ്പം 44 ചാക്കുണ്ട്. ആ 44 ചാക്ക് ലോറി വന്ന് കിടക്കുന്നത്. ഇപ്പം അഹമ്മദാബാദ്, ഗുജറാത്ത്, ഡൽഹി, ബോംബ ഇന്ന സ്ഥലങ്ങളിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പൈസസൊക്കെ ഇപ്പോൾ കൂടുതലും കേരളത്തിലുള്ള ചുരുങ്ങി ഒരു 8 ഐറ്റം വരെ ആയിട്ടുള്ളൂ. ഒരു ജാതിക്ക, ജാതിപത്രി, ഏലക്ക, അങ്ങനത്തെ ഐറ്റംസ്. ബാക്കി എല്ലാം ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക, വിയറ്റ്നാം അവിടെ നിന്നൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കോമ്പറ്റീഷനാകുമ്പോൾ പൈസ ഉള്ളവർക്ക് നിൽക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനമാണ് കുരുമുളക്. ആ കുരുമുളകാണ് നമ്മൾ ഇവിടുന്ന് മുമ്പ് എക്സ്പോർട്ടിങ് ഉണ്ടത് ഈ അമേരിക്ക, റഷ്യ അങ്ങോട്ടൊക്കെയാണ് കംപ്ലീറ്റും കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ. റൈസിൻ്റെ മൂല്യം വെച്ച് നോക്കണമെങ്കിൽ അവർ ഇവിടെ നിന്ന് എടുക്കില്ല. അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള ഐറ്റംസ് തന്നെ വേണം. ഇപ്പോൾ കുരുമുളക് തന്നെ ഇവിടെ ഉള്ളതിനാൽ നല്ല ബോൾഡായിട്ടുള്ള സാധനം കിട്ടും. അത് ശ്രീലങ്കൻ സാധനമാണ്. ടേസ്റ്റും എരിവും ഉണ്ടാവില്ല അതിനത്ര. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവില്ല അതിനും. ഞങ്ങൾക്കിപ്പോൾ ഈ അറിവിലിപ്പോൾ 2-3 കമ്പനികളിൽ ഇപ്പോൾ കൊടുക്കുന്നത്. ഒന്ന് കിഷോർ, ഒന്നിപ്പോൾ ഗുപ്ത, ഇങ്ങനെയുള്ള 2 കമ്പനിയിൽ ഇപ്പോൾ അറിവുകളിൽ DS.
ഇപ്പോൾ ജൂട്ടാണ് വേറെ അങ്ങനെ ഒരു കമ്പനിയിൽ ഇപ്പോൾ കുരുമുളകിൻ്റെ പണിയില്ല. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇവിടുന്ന് ഈ ബസാറിൽ നിന്ന് നിർത്തിപ്പോയി. വളരെ സമ്പന്നമായ ചരിത്രപരമായി വളരെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾ വന്ന് താമസിച്ച ചരിത്രമുറങ്ങുന്ന പൈതൃക നഗരമായ കൊച്ചി മട്ടാഞ്ചേരി ഇന്ന് ശ്മശാനമുഖമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു ബിസിനസ്സും പഴയതുപോലെ ഇവിടെ ഇല്ല. പോർച്ചുഗീസുകാരെ എതിർത്ത രാജാക്കന്മാരുമുണ്ട്, എതിർക്കാത്തവരുമുണ്ട്. അവരുടെ വരവെന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ടിയുള്ള വരവാണ്. തെക്ക് പടിഞ്ഞാറിൽ നിന്ന് കാറ്റ് കിട്ടിയാൽ ഇന്ത്യയിൽ കേരളത്തിൽ കൊച്ചിയിൽ വരാൻ ഏറ്റവും എളുപ്പമുള്ള കാലാവസ്ഥ, കാറ്റ്, കടൽ, മഴ നമ്മുടേതാണ്. ഇവിടെ ഇതൊരു ലോക മാർക്കറ്റാകാൻ ഏറ്റവും പ്രധാന ഒരു കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നു എന്നത് നമ്മൾ ചരിത്രം പറയുമ്പോൾ പറയേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ കാറ്റിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ തീരത്ത് ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് ഭക്ഷണം ചോദിക്കുമായിരുന്നു. ദരിദ്ര രാജ്യമാണല്ലോ, കറുത്ത അടിമ രാജ്യമായിരുന്നു. അതിനെ ഭക്ഷണം കാണിച്ചുകൊണ്ട് ഇവരെ ബലമായി പിടിച്ച് കപ്പലിൽ കയറ്റുന്നതായിട്ടാണ്. ആരോഗ്യ ദൃഢഗാത്രന്മാരായിരുന്നു, കറുത്ത അടിമകളായിരുന്നു. അവർ കാപ്പിരികളെ കൊണ്ടുവന്ന് താമസിച്ച പ്രദേശമാണ് ഫോർട്ട് കൊച്ചി തുരുത്ത്, കാപ്പിരി തുരുത്ത് എന്ന് അതിനെ പറയുന്നത്. ഇവരാണ് ഇവിടെ ഒരുപാട് കോട്ടകൾ. കാരണം ഈ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കോട്ടക്കൊച്ചി. അത് ആൾക്കാർ ഫോർട്ട് കൊച്ചി എന്ന് പറയും, പോർട്ടല്ല, FORT ഫോർട്ട്, കോട്ടക്കൊച്ചി എന്നാണ്. അവരിവിടെ വന്നിട്ട് ധാരാളം കോട്ടകളിവിടെ പണിതിട്ടുണ്ട്. പാലങ്ങൾ പണിയാനായിട്ട് ഇവരെ കുരുതി കൊടുക്കും. അന്ന് അങ്ങനത്തെ ഒരു ഇതിന് മനുഷ്യരെ കുരുതി കൊടുക്കണം, തൂണിന് ശക്തി ഉണ്ടാവാനായിട്ട് മനുഷ്യരെ കുരുതി കൊടുക്കണം. അപ്പോൾ ഇവരെ കുരുതി കൊടുക്കും. അങ്ങനെ ഒരുപാട് കാപ്പിരികളെ കുരുതി കൊടുത്തിട്ടുണ്ട്. ഇവരിവിടെ വന്ന് ജീവിച്ച് പോർച്ചുഗീസുകാർ ഇവിടുന്ന് പോയപ്പോൾ അവരെ കൊണ്ടുപോയില്ല, നിഷ്കരണം അവരെ വധിക്കപ്പെട്ടു, അവരെ വെട്ടിക്കൊന്നു, എന്നിട്ട് കുഴിച്ചു മൂടി. ഇവരുടെ നിധികൾ കാക്കുന്ന അവരാക്കി അവരെ മാറ്റി കാപ്പിരികളാണ്. അതാണ് സത്യം. കരുത്തന്മാരായതുകൊണ്ട്, ധീരന്മാരായതുകൊണ്ട് ഈ ദൈവം വരുന്നതും വിശ്വാസം വരുന്നതും അങ്ങനെയുള്ള കരുത്തന്മാരല്ലേ സ്വീകരിക്കുകയുള്ളൂ. അടിമകളായി വന്നവരെ ആരാധിക്കുന്നവരായി മാറിയാൽ മട്ടാഞ്ചേരിക്കാർ. അങ്ങനെ ജാതി മതമൊന്നും നോക്കിയിട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നു. എല്ലാ ആൾക്കാരും വിശ്വാസമുള്ളവരൊക്കെ വന്നിട്ട് ഇവിടെ എന്ത് സാധനവും നഷ്ടപ്പെട്ടാൽ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മ വരുന്നതാണ്. അതിന് കുറേ കഥകൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ കുട്ടിയുടെ മാല പോയി കഴിഞ്ഞപ്പോഴും ഇതേപോലെ ആളുകൾ വന്നിങ്ങനെ മാല നഷ്ടപ്പെട്ട് ആ മാല കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതേതോ പ്രായമുള്ളവർ പറഞ്ഞ് കാപ്പിരി മുത്തച്ഛനിക്ക് നേർച്ച നെയ്യത്താക്കിയാൽ കിട്ടുന്നുണ്ട്. കാപ്പിരി മുത്തച്ഛനിക്ക് നേർച്ച നെയ്യത്താക്കി മാല കിട്ടി. മാല അതുവരെ ദിവസവും അടിച്ചു വാരാന്ന് വെച്ചാൽ ക്ലിയർ ആക്കുന്ന മുറ്റത്ത് ഒരു മൂലക്ക് മാല കിടക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമവും എന്തെങ്കിലും മനസ്സിന് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും, തിരികെത്തിക്കും. അപ്പം അതിനുള്ള നമുക്ക് പ്രതിഫലം ഉണ്ടാവും. ചിലപ്പോൾ മാല അടുത്തുള്ള ആരെങ്കിലും മാറ്റിവെച്ചതായിരിക്കാം, വീട്ടിലടുത്തുള്ള ആരെങ്കിലും മാറ്റിവെച്ചതായിരിക്കാം. അവസാനം ഈ കാപ്പിരി മുത്തപ്പനിക്ക് നേർച്ച ചെയ്യത്താക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പേടിച്ചിട്ട് ഈ മാല എടുത്തു കൊടുത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടതാണ്. അല്ലാണ്ട് ദൈവമൊന്നുമല്ല, അവിടെ ഇപ്പോൾ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസം. വേറെ എന്താ പറയുക, മാസാദ്യം വെള്ളിയാഴ്ച നല്ല ആളായിരിക്കും. ചുരുട്ട് കൊടുത്തിരുന്നു, കള്ള് കൊടുത്തിരുന്നു, പുട്ട് കൊടുത്തിരുന്നു. പുട്ടെന്ന് പറഞ്ഞ വാക്ക് തന്നെ, പുട്ട് തന്നെ പോർച്ചുഗീസിൻ്റെ ഭക്ഷണമാണ്. അതിവിടുത്തെ ആൾക്കാർ പിള്ളേരെ എടുത്ത് തിന്നാറുണ്ട്. എന്ത് തന്നെ ആയാലും അവർ നല്ല ആളുകളായിരുന്നു, കാപ്പിരികൾ നല്ല ആളുകളായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. കാരണം കഥ ഉണ്ടാക്കാൻ വിദഗ്ധരാണ്. കഥ അങ്ങനെ ഉണ്ടാക്കും, വിശ്വാസം വർദ്ധിക്കാനായിട്ട് പല രീതിയിലും കഥ ഉണ്ടാക്കും. അതാണ് കാപ്പിരിയുടെ കഥയായിട്ട് പറയാനുള്ളത്. ആ മിത്തും അതിൻ്റെ സംയോജനവും ബന്ധങ്ങളും ഇടകലർന്ന് ചേർന്ന ഒരു പിരിയാണ് കൊച്ചി എന്നുള്ളത് കൊണ്ട്
തീർച്ചയായിട്ടും കൊച്ചിയിലേക്ക് ആളുകൾ വരുന്നതും ടൂറിസ്റ്റുകൾ വരാൻ കയറുന്നതും കൊച്ചിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നതും ഈ മിത്തുകൾ, ഈ സത്യം ഇവിടെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ്. ദൈവമാണ്, മുത്തപ്പനാണ് എന്ന നിലയിലേക്ക് എത്തിക്കാൻ പാടില്ല.